నిజమిదు ధైర్యం సుందరం స్వరగుణగీతం వందిదం నలమెడు లోകം తేడిడాం తిరపడరా నిజమిదు ధైర్యం సుందరం స్వరగుణగీతం వందిదం నలమెడు లోകം తేడిడాం തിരപടരാ മനസ്സിനു സ്വാർത്ഥം വേണ്ടടാ മനുഷ്യനു മാറ്റം വേണടാ ഇനിയൊരു നോട്ടം തെറ്റിയാൽ ജയമകല മനസ്സാകെ ഉന്മാദം ഔവാ ഔവാ മനസ്സാകെ ഉന്മാദം ഔവാ ഔവാ
കുറച്ചേരൊക്കെ എന്നോട് പറഞ്ഞത് കരയൊന്നുമില്ല, എന്തിനാ കരയണേ? സൂര്യാംഗം ചിറകു തുന്നി സ്നേഹാർദ്രം മിഴികൾ ചിമ്മി വന്നുവോ പീലി അഴകിൽ സാന്ധ്യമേഘം പെയ്തുവോ മുല്ലമാമഴ ശ്യാമമേഘം. ആദ്യം തന്നെ ഞാൻ നിങ്ങളോടൊരു സോറി പറയാണ്. കാരണം ക്യാമ്പിന്റെ പ്രൊപ്പോസൽ തീരുമാനിച്ചപ്പോൾ തൊട്ട് ഞങ്ങൾ സംസാരിക്കുന്നതാണ്. നിങ്ങൾ ഭയങ്കര ആരോട് സംസാരിക്കില്ല, ഞങ്ങളോടാണെങ്കിൽ പോലും ഒരു അറ്റാച്ച്മെന്റ് ഇല്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ ക്യാമ്പിൽ എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളൊരു ചിന്ത ഞങ്ങൾക്കുണ്ടായിരുന്നു. ആദ്യമായിട്ടായിരിക്കും ഒരു പക്ഷേ ഞാൻ ഇത്രയും വീക്കായിട്ട് മൈക്ക് കൈ പിടിച്ച് സംസാരിക്കുന്ന നിങ്ങൾ കാണുന്നുണ്ടാവുക. ഇത്രയും 5 ദിവസം അല്ലെങ്കിൽ 6 ദിവസം നിങ്ങളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ ഇല്ലാതിരുന്ന അത്രയും നെഞ്ചിരിപ്പും വേദന എനിക്കിപ്പോൾ ഉണ്ട്. അച്ഛൻ്റെ അടുത്ത് നേരത്തെ പറയായിരുന്നു നമ്മളുടെ ക്യാമ്പ് എത്രത്തോളം ഭംഗിയാവുമെന്ന് അറിയില്ല, നിങ്ങൾ മാക്സിമം നോക്ക്, എന്തായാലും ചുമ്മാ പോയിട്ട് വരാം 7 ദിവസം എന്നുള്ളൊരു ടോക്കായിരുന്നു മൊത്തം നമ്മുടെ ക്ലാസ്സിൽ. ഇപ്പം നാട്ടുകാരായാലും നമ്മുടെ ടീച്ചേഴ്സായാലും എല്ലാവരും ഒരേ സുഹൃത്തുക്കൾ പറയുന്നത് എന്താ, കഴിഞ്ഞ ബാച്ചിനേക്കാളും ഒരുപാട് മുമ്പിലാണ് നമ്മൾ. അത് കേൾക്കുമ്പോൾ എനിക്ക് പേഴ്സണലി നല്ല സന്തോഷമുണ്ട്. ഇവിടുന്ന് വിട്ട് പിരിഞ്ഞു പോകുന്നതിലും നല്ല സങ്കടമുണ്ട്. ഇനി ഈ ദിവസമൊന്നും നമുക്കിനി തിരിച്ചു വരില്ല, തീർന്നു. എനിക്ക് എൻ്റെ പഴയ ക്യാമ്പ് എപ്പോഴും ശരിക്കും മിക്സ് ചെയ്യാറുണ്ട്. ഓരോരുത്തരെയും എല്ലാവരെയും, നിങ്ങളെ ഓരോരുത്തരിലും എൻ്റെ പഴയ ക്യാമ്പിലെ വോളണ്ടിയേഴ്സിനെ ഞാൻ ഉൾക്കൊള്ളുന്നു. ഒരു ദിവസം പോലും വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കൊക്കെ ഒരു വേറിട്ടൊരു അനുഭവമാണ് ശരിക്കും ക്യാമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇന്ന് നിങ്ങൾ വീട്ടിൽ നിന്ന് പിരിഞ്ഞു പോകുന്നതിൻ്റെ ഒരു ഇതുണ്ടെങ്കിലും ഇപ്പോൾ അത് പിരിഞ്ഞു പോകുമ്പോൾ ഒരു സങ്കടപ്പെട്ട മുഖത്തോടു കൂടി പോകുന്നുവെങ്കിൽ ഈ ക്യാമ്പ് വിജയമാണ്. കാരണം കലാലയ ജീവിതത്തിലുള്ള സ്കൂൾ ജീവിതങ്ങളിലെ എല്ലാ ജീവിതങ്ങളിലും ക്യാമ്പുകൾ നമ്മുടെ ജീവിതത്തെ ഏറെ സ്വാധീനിക്കുന്നുണ്ട്. പെട്ടെന്ന് പിരിയുമ്പോൾ ഒരു വിഷമം ഉണ്ടാവും, പെട്ടെന്ന് ക്യാമ്പ് തീർന്നു പോയല്ലോ എന്നൊരു ചിന്തയുണ്ടാവും. ക്യാമ്പ് എല്ലാവരും എൻജോയ് ചെയ്തോ നല്ല പോലെ. പിരിയുന്നു കൂട്ടുകാർ നമ്മൾ പിരിയാത്ത നന്മയോടെ, നൊമ്പരങ്ങളും പുഞ്ചിരിയാകും യാത്രാമൊഴിയോടെ. കരയല്ല കണ്ണുനീർ പോലും വിട ചൊല്ലി യാത്രയായി, എങ്ങും ഓർമ്മകൾ തേങ്ങും നിമിഷം നെഞ്ചിൽ വിതുമ്പുന്നു. ജീവിതത്തിൽ അറിവുകൾ തേടിയുള്ള യാത്രയായിരുന്നു ഇത്. ഈ യാത്രയിൽ ഞാൻ കണ്ടുമുട്ടിയവർ എല്ലാവരും അറിവുകൾക്കപ്പുറം തിരിച്ചറിവുകൾ നേടുവാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. കൂടുണ്ടാക്കുകയും കരുതലാവുകയും കൂട്ടാവുകയും കൂടെ ഉണ്ടാവുകയും കൈത്താങ്ങാവുകയും കാരുണ്യം ചൊരിയുകയും ഒക്കെ ചെയ്തു. എല്ലാവരാലും വെറുക്കപ്പെട്ടവർ, ഉപേക്ഷിക്കപ്പെട്ടവർ, ആരും ആശ്രയിക്കാനില്ലാത്തവർ, ഇങ്ങനെയുള്ളവരെ ചേർത്ത് നിർത്തൽ കൂടെയാണ് എൻ്റെ ജീവിതത്തിൻ്റെ സാരാംശമെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ഇത്രയും തണുത്തുറഞ്ഞ ബാച്ചിനെ കൊണ്ടുപോയി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരുന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിച്ച് എന്തിനാ എന്ന് തന്നെയാണ്. ഫുഡ് വയ്ക്കുന്ന കാര്യത്തിൽ പോലും ഞാൻ റെസ്ട്രിക്ഷൻ വെച്ചായിരുന്നു, ഇത്രയൊക്കെ മതി എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അത് തിരുത്തി പറയേണ്ട അവസ്ഥ എനിക്ക് വന്നു. ഓർമ്മകൾ തേങ്ങും നിമിഷം നെഞ്ചിൽ വിതുമ്പുന്നു. ഇനി ഇങ്ങനൊരു ക്യാമ്പോ ഇങ്ങനൊരു എല്ലാവരും കൂടി ഇങ്ങനെ കൂടിച്ചേർന്നിരിക്കലോ കിട്ടില്ല എന്നറിയാം. അപ്പോൾ ഈ ഒരു 6 ദിവസം എല്ലാവരും മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഇതുപോലെ എല്ലാവരും തമ്മിൽ കാണുമ്പോൾ സംസാരിക്കുക. ഞാൻ കുറച്ചുകൂടെ വിശാലത കൈവരിച്ചിട്ടുണ്ട്. എങ്ങനെയെന്നറിയാമോ? ഞാനെന്ന സുരക്ഷിത തലങ്ങളിൽ നിന്നും നമ്മളെന്ന സുരക്ഷിതമില്ലാത്തിടങ്ങളിലേക്ക് ഈ യാത്ര ഞാൻ നടത്തി. മുറിയാൻ മടിക്കുന്ന മുളംകൊമ്പിൽ
ജനിക്കാതെ പോയൊരു പുല്ലാങ്കുഴലുണ്ടെന്നും തകരാൻ മടിച്ചൊരു ശിലയിൽ പിറക്കാതെ പോയൊരു ശില്പമുണ്ടെന്നും ഞാൻ നിന്നിലൂടെ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് ഞാൻ മുറിയപ്പെടാൻ തീരുമാനിച്ചു. അതുകൊണ്ട് ഞാൻ തകരപ്പെടാൻ തയ്യാറായി. അതിൻ്റെ അവസാനം ഈ വായ്ക്കര മണ്ണിലേക്ക് ഞാൻ എത്തിച്ചേർന്നു. തണുപ്പായിരുന്നു, എന്നാൽ നിങ്ങളെനിക്ക് ചൂടായി മാറി. ഒറ്റയ്ക്കായിരുന്നു, എന്നാൽ നിങ്ങളെനിക്ക് കൂട്ടായി. പറ്റുമോ എന്നുള്ള ഭയമായിരുന്നു, എന്നാൽ നിങ്ങളെനിക്ക് ആത്മവിശ്വാസമായി. ജീവിതത്തിൻ്റെ ഈ യാത്രയിൽ ഓർമ്മയിൽ സൂക്ഷിക്കുവാൻ 7 ദിനരാത്രങ്ങൾ. സ്നേഹത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ, അതിലുപരി സേവനത്തിൻ്റെ ആ ദിനങ്ങൾ എന്നെ ഞാനാക്കി. ഒറ്റയ്ക്കല്ല എന്ന ബോധ്യം നൽകി. ഏതു സാഹചര്യത്തെയും അതിജീവിക്കുവാനുള്ള കരുത്തു നൽകി. ഈ യാത്ര ഇന്ന് ഇവിടെ വരെ എത്തി നിൽക്കുമ്പോൾ ഒരേ സ്വരത്തിൽ ഞങ്ങൾ പറയുന്നു, നോട്ട് മീ ബട്ട് യു. മുന്നോട്ട് ഈ യാത്ര ഇനിയും നിങ്ങൾക്ക് തുടരാനുള്ള ഉജ്ജീവനത്തിൻ്റെ നാളുകളാകട്ടെ ഈ സപ്തദിന സഹവാസ ക്യാമ്പ്. സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം പ്രോഗ്രാം ഓഫീസർ എൽദോസ്. പിരിയുന്നു കൂട്ടുകാർ നമ്മൾ പിരിയാത്ത നന്മയോടെ. നൊമ്പരങ്ങളും പുഞ്ചിരിയാകും യാത്രാമൊഴിയോടെ. കരയല്ല കണ്ണുനീർ പോലും വിട ചൊല്ലി യാത്രയായി. എങ്ങും ഓർമ്മകൾ തേങ്ങും